ഹരേ കൃഷ്ണ. നമ്മുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്നറിയണ്ടേ? എന്തൊക്കെ ഉണ്ടായാലും ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല അല്ലേ? ഈശ്വരാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയാൻ പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗത്തെക്കുറിച്ചാണ് പറയണത്. ഈ മാർഗം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഭാഗവതത്തിലേക്കാണ് കേട്ടോ. നമുക്ക് ഭാഗവതം ആദ്യമായിട്ട് സപ്താഹമായിട്ട് അവതരിപ്പിച്ച ആ ഒരു രംഗത്തേക്ക് കടന്നു ചെല്ലാം. വനത്തിൽ നായാട്ടിന് പോയ പരീക്ഷിത്ത് മഹാരാജാവിന് കാട്ടിൽ വെച്ചിട്ടൊരു ദുരനുഭവം ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ശമീക മഹർഷിയുടെ പുത്രൻ അദ്ദേഹത്തെ ശപിച്ചു. ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കട്ടെ എന്നായിരുന്നു ആ ശാപം. ഈ ശാപവിവരം പരീക്ഷിത്ത് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഒട്ടും ഭയന്നില്ല, സങ്കടപ്പെട്ടില്ല. കാരണം പരീക്ഷിത്ത് രാജാവ് ഭഗവാന്റെ ഒരു പരമഭക്തനായിരുന്നു. അതുമാത്രമല്ല, തൻ്റെ പൂർവികരൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭക്തരായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന് തൻ്റെ പൂർവികരെയൊക്കെ വളരെയധികം സ്നേഹമായിരുന്നു, എപ്പോഴും അവരെ സഹായിച്ചിരുന്നു എന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടാണ് പരീക്ഷിത്ത് ചെറുപ്പം മുതലേ വളർന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നേക്ക് 7-ാം നാൾ പാമ്പ് കടിച്ച് മരിക്കും എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും സങ്കടവും പരിഭ്രമവും ഒന്നും ഉണ്ടായില്ല. തൻ്റെ രാജ്യമൊക്കെ അടുത്ത തലമുറയെ ഏൽപ്പിച്ച് അദ്ദേഹം ഇനിയിപ്പോൾ ഈ 7 നാൾ കൊണ്ട് തനിക്ക് എങ്ങനെ മോക്ഷം ലഭിക്കാം, വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവാം എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. അങ്ങനെയാണ് ശുഗബ്രഹ്മർഷി വന്ന് അദ്ദേഹത്തിന് 7 ദിവസം കൊണ്ട് ഭാഗവതം സമ്പൂർണമായിട്ട് ഉപദേശിച്ച് വൈകുണ്ഠപ്രാപ്തിക്കുള്ള വഴിയൊരുക്കി കൊടുത്തത്. അങ്ങനെ ആ ഭാഗവത സപ്താഹം ആരംഭിക്കാൻ പോണൊരു സന്ദർഭമാണ് കേട്ടോ. അങ്ങനെ ഗംഗാതീരത്ത് നൈമിഷാരണ്യം എന്ന സ്ഥലത്ത് വെച്ച് ഭാഗവതം ശ്രീ ശുഗബ്രഹ്മർഷി ഉപദേശിക്കണമെന്നുള്ള വാർത്ത ലോകം മുഴുവനും അറിഞ്ഞു. അപ്പോൾ ഈ വാർത്ത അങ്ങനെ ദേവലോകത്ത് എത്തി. ദേവലോകത്ത് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ദേവേന്ദ്രനും മറ്റു ദേവന്മാർക്കും ഒക്കെ ഒരു ആഗ്രഹം തോന്നി. ഇത്രയ്ക്ക് വിശേഷപ്പെട്ട ഈ ഭാഗവത കഥാമൃതം തങ്ങൾക്ക് കിട്ടിയാൽ നന്നായിരിക്കുമല്ലോ. അവരങ്ങനെയാണ് ദേവന്മാർ. അവർക്ക് ലോകത്ത് എന്ത് നല്ലതുണ്ടെങ്കിലും അത് അവർക്ക് കിട്ടണം മുഴുവനായിട്ടും. ഏതാണ്ട് നമ്മളെയൊക്കെ പോലെ തന്നെ അല്ലേ? അങ്ങനെ അവർ ആലോചിച്ചു, ഈ ഭാഗവത കഥാമൃതം ശ്രീ ശുഗബ്രഹ്മർഷിയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാം. അങ്ങനെ അവർ ആലോചിച്ച് ഇനിയിപ്പോൾ എന്താണ് ഇപ്പം അതിനൊരു വഴി? അപ്പോൾ പരീക്ഷിത്ത് രാജാവിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഭാഗവതം ഇപ്പോൾ ഉപദേശിക്കുന്നത്. പരീക്ഷിത്ത് രാജാവിൻ്റെ പ്രശ്നം, അദ്ദേഹം ഇന്നേക്ക് 7-ാം നാൾ പാമ്പ് കടിച്ച് മരിക്കും എന്നല്ലേ? അപ്പോൾ ആ പ്രശ്നത്തിനൊരു പ്രതിവിധി ഉണ്ടാക്കി കൊടുത്താൽ ഈ ശ്രമം ഉപേക്ഷിക്കപ്പെടുമല്ലോ. അങ്ങനെ അവരുടെ കയ്യിലുള്ള അമൃതുണ്ടല്ലോ, അതിവിശിഷ്ടമായിട്ടുള്ള ആ അമൃത കലശവുമായിട്ട് പരീക്ഷിത്ത് രാജാവിന് ഭാഗവതം ഉപദേശിക്കുന്ന ആ നൈമിഷാരണ്യത്തിലെത്തി. എന്നിട്ട് ദേവന്മാരെ ശ്രീ ശുഗബ്രഹ്മർഷിയോട് പറഞ്ഞു അത്രേ, അല്ലയോ ശ്രീ ശുഗബ്രഹ്മർഷിയെ, അങ്ങയുടെ കയ്യിലുള്ള ഈ ഭാഗവത കഥാമൃതം ഞങ്ങൾക്ക് തരൂ. അതിന് പകരമായിട്ട് ഞങ്ങൾ ഈ അമൂല്യമായ അമൃത് പരീക്ഷിത്ത് രാജാവിന് കൊടുത്തോളാം എന്ന്. ഇത് കേട്ടപ്പോൾ ശ്രീ ശുഗബ്രഹ്മർഷി അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത്രേ. മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ ഭാഗവത കഥാമൃതം എവിടെ ഇരിക്കണു? ഈ ദേവലോകത്ത് നിന്ന് കൊണ്ടുവന്ന അമൃത് എവിടെ ഇരിക്കണു? നമ്മുടെ മുറ്റത്ത് കിടക്കണ ഒരു സാധാരണ കല്ലും ഒരു രത്നക്കല്ല് തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അതുപോലെയാണ് ഈ ഭാഗവതവും അമൃതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇദ്ദേഹം മറുപടി ഒന്നും പറയാണ്ടായപ്പോൾ ദേവേന്ദ്രൻ വീണ്ടും വീണ്ടും ആ അമൃതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരുന്നു. ഈ അമൃത് കഴിക്കുന്നതോടുകൂടി പരീക്ഷത്തിന് ആ ശാപം ഒഴിയും, അദ്ദേഹത്തിന് ജരാനരകളൊന്നും ഉണ്ടാവില്ല, ദീർഘായുസ്സായിരിക്കും, അമരത്വം ലഭിക്കും, ദീർഘകാലം രാജ്യം ഭരിക്കാം എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ശ്രീശുഗന് കാര്യം മനസ്സിലായി. ദേവേന്ദ്രൻ തങ്ങളെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ്, തന്നെയും പരീക്ഷത്തിനെയൊക്കെ പറ്റിയിട്ട് ഈ ഭാഗവത കഥാമൃതം അപഹരിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അദ്ദേഹത്തിന് അറിയാം, ദേവന്മാർക്ക് ഈ ഭാഗവതം കേൾക്കാനുള്ള അർഹതയൊന്നുമില്ല. കാരണം അവർക്ക് ഭഗവാനിൽ അത്ര വലിയ ഭക്തിയൊന്നുമില്ല. അവർക്ക് മധുപാനം ചെയ്യുക, അപ്സര സ്ത്രീകളായിട്ട് രമിക്കുക, അങ്ങനെ സുഖലോലുപതയോടുകൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് ഭാഗവതം പോലുള്ള മഹത്തായ ഒരു ഗ്രന്ഥം ഉപദേശിക്കാൻ പാടില്ല. ഭഗവാന്റെ ഭക്തി ആർക്കാണോ ഉള്ളത് അവർക്ക് മാത്രമാണ് ഈ ഭാഗവതം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ശ്രീശുഗൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്കിത് തരാൻ നിർവാഹമില്ല, നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളൂ എന്ന്.
എന്താണല്ലേ, സാക്ഷാൽ ദേവകൾക്ക് പോലും അർഹതയില്ലാത്രേ ഭാഗവതം കേൾക്കാൻ. അപ്പോഴാണ് സാധാരണക്കാരായ നമ്മളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? അത്രയ്ക്കേറെ ഭഗവാനിൽ ഭക്തിയുള്ളവർക്ക് മാത്രമാണത്രേ ഭാഗവതം കിട്ടുള്ളൂ. ഭാഗവതം നമ്മുടെ കയ്യിൽ വന്നു ചേരണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നാണ് പറയുക. പലർക്കും അതൊക്കെ അനുഭവം ഉണ്ടാവും. പലരുടെയും വീടുകളിൽ കാരണവന്മാരായിട്ട് ഭാഗവത ഗ്രന്ഥമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടാവും പൂജാമുറിയിൽ, മച്ചിൻ്റെ ഉള്ളിലൊക്കെ. പക്ഷേ അതൊന്നും കൈകൊണ്ട് എടുത്തിട്ട് പോലും ഉണ്ടാവില്ല. ആണ്ടിനോ സംക്രാന്തിക്കോ ഒക്കെ പൊടിയൊക്കെ തട്ടി വയ്ക്കുമ്പോൾ ഈ ഗ്രന്ഥവും കൂടി എടുത്ത് പൊടിയൊക്കെ തട്ടി തിരിച്ചും മറിച്ചും നോക്കി അവിടെ തന്നെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിലരുണ്ടാവും. വേറെ ചിലരാവട്ടെ ഒരു ഹിന്ദു അല്ലേ, ഹിന്ദുക്കളുടെ വീട്ടിൽ വേണ്ട അത്യാവശ്യം വേണ്ട ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു കേട്ടതനുസരിച്ച് ഒരു ഭാഗവതം കടയിൽ ചെന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ അത് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അലമാരയിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ടാവും. ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടാവില്ല. തുറന്നു നോക്കാൻ പറ്റില്ല, കാരണം അത് അവരുടെ കുഴപ്പമൊന്നുമല്ല. ഭഗവാന്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഈ ഭാഗവതം നമ്മളിലേക്ക് എത്തുള്ളൂ. അതിന് എത്ര വാങ്ങിച്ചു വെച്ചതുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഭഗവാൻ എപ്പോൾ നമ്മളെ അനുഗ്രഹിക്കണോ അപ്പോൾ നമ്മളറിയാതെ ഭാഗവതത്തിലേക്ക് എത്തും എന്നാണ് പറയണത്. ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എവിടെ ഭാഗവത സപ്താഹം ഉണ്ട് എന്ന് കേട്ടാലും ഓടി ചെല്ലണത് കാണാം. നമുക്ക് അവരോട് അസൂയാണോ കുശുമ്പാണോ ദേഷ്യമാണോ എന്താണെന്നറിയില്ല. നമ്മൾ ചിലർ പറയൂലേ, അവർക്ക് വീട്ടിലൊരു പണിയില്ലാത്തത് കൊണ്ടേ നേരം വിളിച്ചായ ഭാഗവത സപ്താഹം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമെന്ന്. എന്നാൽ അതല്ല സത്യം. അവർക്ക് ആ ഭാഗവതം കേൾക്കാൻ ഭഗവാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് ആ സപ്താഹം കേൾക്കാൻ പോവാൻ സാധിക്കണത്. നമുക്ക് പോവാൻ പറ്റാത്തതും ആ അനുഗ്രഹത്തിൻ്റെ കുറവ് കൊണ്ടാണേ. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ദേവന്മാർക്ക് പോലും പകർന്നു കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ഭാഗവതം എന്ന് പറഞ്ഞല്ലോ. ഇതുകൊണ്ടും തീർന്നില്ല കേട്ടോ ഈ ഭാഗവതത്തിൻ്റെ മഹത്വം. ഈ സപ്താഹമൊക്കെ കഴിഞ്ഞ് പരീക്ഷിത്ത് രാജാവ് തക്ഷകൻ്റെ കടിയേറ്റ് വൈകുണ്ഠ ലോകത്തിലെത്തി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശാസ്ത്രപ്രകാരം ദുർമരണം സംഭവിച്ചാൽ ആ ആത്മാവിന് മോക്ഷം കിട്ടില്ല എന്നാണ് പറയുക. അതായത് ഇടിമിന്നലേറ്റ് മരിക്കുക, ഏതെങ്കിലും ജന്തുക്കൾ മൃഗങ്ങൾ ആക്രമിച്ച് കൊല്ലുക, പാമ്പ് കടിയേറ്റ് മരിക്കുക, മതിൽ വീണ് മരിക്കുക, അങ്ങനെ ഏതെങ്കിലും ദുർമരണങ്ങൾ സംഭവിച്ചാൽ ആ ആത്മാക്കൾ ഗതി കിട്ടാതെ അലയും. അപ്പോൾ ഈ പരീക്ഷിത്ത് രാജാവിൻ്റെ ആത്മാവിന് വൈകുണ്ഠപ്രാപ്തി ലഭിച്ചപ്പോൾ നമ്മുടെ ബ്രഹ്മദേവന് പോലും ആശ്ചര്യമായി. ഇതെങ്ങനെയായി ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ട് ഇദ്ദേഹത്തിന് വൈകുണ്ഠലോകം കിട്ടിയേന്ന്. അങ്ങനെ അദ്ദേഹം നോക്കിയപ്പോൾ അറിഞ്ഞത് അദ്ദേഹം ഈ 7 ദിവസം കൊണ്ട് ഭാഗവതം പഠിച്ച് ശ്രവിച്ച് അങ്ങനെയാണ് ഈ മോക്ഷം ലഭിച്ച് വൈകുണ്ഠത്തിലെത്തിയത് എന്ന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് വളരെ അതിശയായി, ഇത്രയ്ക്കധികം മാഹാത്മ്യമുണ്ടോ ഈ ഭാഗവതത്തിന്. അങ്ങനെ ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് ചെന്ന് ഈ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം ഒന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഒരു തുലാസൊക്കെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് മോക്ഷസാധനങ്ങളായ 6 ശാസ്ത്രങ്ങളെയും അവയുടെ അംഗങ്ങളെയും ഈ ത്രാസിൻ്റെ ഒരു തട്ടിലും ഭാഗവത ഗ്രന്ഥത്തെ വേറൊരു തട്ടിലും വെച്ച് തൂക്കി നോക്കിത്രേ. എന്താ അതിശയം! ഈ 6 ശാസ്ത്രങ്ങളും അവയുടെ അംഗങ്ങളും ഈ ഭാഗവതത്തോളം വന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി ബ്രഹ്മദേവനും സത്യലോകത്തുള്ള ഋഷികൾക്കെല്ലാം മനസ്സിലായി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം അത്രയ്ക്ക് വലുതാണ് എന്ന്. ഭാഗവത ശാസ്ത്രം ഭൂമിയിലെ കാണപ്പെടുന്ന ഭഗവാന്റെ രൂപമാണ് എന്ന് അവർ നിശ്ചയിച്ചു. ഈ ഭാഗവതത്തെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് കൊണ്ട് ആ ജന്മത്തിൽ തന്നെ വൈകുണ്ഠപ്രാപ്തി ഉണ്ടാകും അത്രേ. വേറൊരു ജന്മം ഉണ്ടാവില്ല. ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ്. ഈ 12 സ്കന്ധങ്ങളെയും ഭഗവാന്റെ ഓരോരോ അംഗങ്ങളായിട്ടാണ് പറയുന്നത്. പൂർണ്ണമായ ഭാഗവതം ഭഗവാന്റെ സമ്പൂർണ്ണ സ്വരൂപമായിട്ടും പറയുന്നു. പ്രഥമസ്കന്ധം ഭഗവാന്റെ പാദപത്മങ്ങൾ, ദ്വിതീയ സ്കന്ധം മുട്ടുകാലുകൾ, തൃതീയ സ്കന്ധം തുടകൾ, ചതുർത്ഥസ്കന്ധം കടിപ്രദേശം അതായത് ഇടുപ്പ്, പഞ്ചമസ്കന്ധം നാഭിദേശം, ഷഷ്ടസ്കന്ധം ഹൃദയം, സപ്തമസ്കന്ധം മാറിടം, അഷ്ടമസ്കന്ധം കണ്ഠം, നവമസ്കന്ധം തോളുകൾ,
ദശമസ്കന്ധം മുഖം, അതിൽ നേത്രങ്ങൾ, ശ്രോത്രങ്ങൾ, നാസിക എന്നിവയൊക്കെയുണ്ട്. പിന്നെ ഏകാദശസ്കന്ധം ഉത്തമാംഗമായ ശിരസ്, ദ്വാദശസ്കന്ധം ശിരസിൽ പ്രത്യേകം ബ്രഹ്മസ്ഫൂർത്തിസ്ഥാനമായ ബ്രഹ്മരന്ധ്രം. ഇങ്ങനെ 12 സ്കന്ധങ്ങളടങ്ങിയ ഭാഗവതം ഭഗവാന്റെ പരിപൂർണ സ്വരൂപമായിട്ടാണ് പുരാണ ആചാര്യന്മാർ പറയണത്. അങ്ങനെ ഇത്രയും വിശിഷ്ടമായ ഭാഗവത ഗ്രന്ഥം എന്ന് നമ്മുടെ കൈകളിൽ എത്തിച്ചേരുന്നുവോ, എന്ന് നമുക്കത് വായിക്കാനും പഠിക്കാനും ഒക്കെ മനസ്സ് വരുന്നുവോ, അന്ന് നമുക്ക് ഉറപ്പിക്കാം ഭഗവാന്റെ അനുഗ്രഹം നമ്മളിൽ എത്തിച്ചേർന്നുവോ എന്ന്.